ഹലോ മൈ ഗൈസ്. ഇവിടെ പണികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൾബ് പീസ് അടിച്ച് പോയിരുന്നു. അപ്പോൾ നമ്മൾ ബൾബ് മേടിക്കാൻ വേണ്ടി വേറെ കടയിൽ ചെന്ന് അവിടെ നിന്ന് 2 ബൾബ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് കടയിൽ വന്ന് നമ്മളത് ഫിറ്റ് ചെയ്ത് ലൈറ്റ് ഇട്ട് അത് സെറ്റായി. അത് കഴിഞ്ഞ് മുതലാളിയോട് വെച്ചിട്ട് കടയിലെ പൈസ CDM ഇട്ട് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 1:30 ട്രെയിൻ. ഞാൻ കൂട്ടുകാരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻറ്റിയുടെ വീട് പെരുമ്പാറാണ്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെ ബൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്ന് തിരിച്ച് KSRTC സ്റ്റാൻഡിലെ ബസ്സിലേക്ക് പോവാണ്. അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഇത്ര സന്തോഷം എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിന്റെ പുറത്ത് പോകുന്നത് ആദ്യമായിട്ടാണ്. മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ ഇവിടെ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല. അത് പല തടസ്സങ്ങൾ വന്നൊക്കെ ബ്ലോക്കായി പോകണം. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് തന്നെ ആദ്യമായിട്ടാണ്. കേരളത്തിന്റെ പുറത്തേക്ക് ഞാൻ ഇതുവരെ ഒന്നും പോയിട്ടില്ല. ഗോവയ്ക്ക് ആദ്യമായിട്ടാണ്. മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി ഒരു സ്ഥലത്തും പോയിട്ടില്ല. കേരളത്തിൽ തന്നെ കുറച്ച് ജില്ലകൾ മാത്രമേ പോയിട്ടുള്ളൂ. തിരുവനന്തപുരം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ KSRTC അവൻ്റെ കാര്യം പറഞ്ഞാൽ കോമഡിയാണ്. അവൻ ഗോവയിൽ തേക്കാൻ വേണ്ടി തേപ്പൊട്ടി ആയിട്ടാണ് വന്നേക്കണേ. അത് എനിക്ക് വലിയ കോമഡി. അത് ഞങ്ങൾ KSRTC കയറി സീറ്റ് കിട്ടി അവിടെ ഇരുന്നു. എൻ്റെ അടുത്ത് തൊട്ടരുന്ന ആളായിട്ട് ഞാൻ കമ്പനിയായി. കുറേ നേരം പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി കാര്യങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അങ്ങനെ പരസ്പരം കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ കമ്പനിയായി. പുള്ളി അടിപൊളിയാണ് കേട്ടോ. പുള്ളിയുടെ കാര്യങ്ങളും സെറ്റപ്പാണ്. എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ പുള്ളിയോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കമ്പനി. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തി. ആലുവയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഹോട്ടലിൽ താവൂർ. ഞാൻ സൊമാറ്റോ ഒക്കെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ താവൂരിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിക്കാണ്. അപ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ ആവറേജ് കുഴപ്പമില്ല. ചില ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡൊക്കെയായിരുന്നു. ഇവിടെ കയറി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ബാക്കി നാളെ.